ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ CPM പരാജയത്തെ തുടർന്നുള്ള ചർച്ചകൾ ദൗർഭാഗ്യവശാൽ ജാതി സമുദായ മതചർച്ചകളിലേക്ക് വഴുതി മാറുകയാണ്. അതിന് സാമുദായിക ജാതി സംഘടനാ നേതാക്കൾ ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നു. മുസ്ലിം പ്രീണനമെന്ന് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണത്തിനെതിരെ രംഗത്ത് വരികയാണ് സമസ്ത. അവാസ്തവങ്ങൾക്ക്, നുണപ്രചരണങ്ങൾക്ക് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് എന്ന് ചോദിക്കുന്നു അവരുടെ മുഖപത്രം. ആ ദിശയിലെ ചർച്ചകൾ നമ്മൾ ഊറ്റം കൊള്ളുന്ന നവോത്ഥാന കേരളത്തിന് ഗുണകരമാണോ? പ്രീണന പ്രതികരണങ്ങൾക്ക്, ധ്രുവീകരണ നീക്കങ്ങൾക്കും മറുപടി പറയാൻ, ക്ലാരിറ്റി വരുത്താൻ സർക്കാരിന് ബാധ്യതയുണ്ടോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ RV ബാബു, ശ്രീ വാഹിദ് ചുള്ളിപ്പാറ, ശ്രീ ദിനുവെയിൽ, ഡോക്ടർ B ജയരാജ് എന്നിവർ ചർച്ച ചെയ്തിരുന്നു. ആദ്യം ഞാൻ ശ്രീ RV ബാബു. ശ്രീ RV ബാബു, ഇവിടെ രാജ്യസഭാ സീറ്റ് പോലും മതാടിസ്ഥാനത്തിലാണ് എന്ന കേരളം ഇതുവരെ കേൾക്കാത്ത വിചിത്ര ന്യായങ്ങളുമായും ഈ പ്രീണന രാഷ്ട്രീയ ആരോപണം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് വോട്ടെടുത്തപ്പോൾ CPM പരാജയം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രീണനം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന കാലയളവിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള കാലത്തൊന്നും വെള്ളാപ്പള്ളി അത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്ന ആത്മാർത്ഥമായി ഹിന്ദു സ്നേഹം കൊണ്ടാണെന്ന് കരുതണോ, അതോ കേന്ദ്രത്തിൽ മകന് ഒരു രാഷ്ട്രീയ ലാവണം ഉറപ്പിക്കൽ പദ്ധതി എന്ന നിലയ്ക്ക് കാണണോ? ശ്രീ RV ബാബു. അല്ല, ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത്. നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യം എന്ന സമത്വ മുന്നേറ്റ യാത്രയിൽ അദ്ദേഹം ഈ ആശയം തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് എന്തായിരുന്നു? കേരളത്തിലെ നഷ്ടപരിഹാരം കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട്, നൌഷാദിന്റെ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയത് എന്തായിരുന്നു? കേരളത്തിലെ സംഘടിത വിഭാഗത്തിന് മാത്രമാണ് ആനുകൂല്യം. ഇവിടെയും അദ്ദേഹം അത് തന്നെ പറഞ്ഞു. കുമരകം ബോട്ടിന്റെയും ബേപ്പൂർ ബോട്ട് ദുരന്തത്തിനും ഇരയായവർക്ക് കൊടുത്ത നഷ്ടപരിഹാരത്തിൽ, മരണത്തിൽ പോലും ആ വിവേചനം കാണിച്ചു എന്നുള്ള ആ വിമർശനം അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല, സുകുമാരൻ നായർ ഈ വിഷയം ഉന്നയിച്ചിട്ടില്ലേ? കേരളത്തിൽ 3 കൂമാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞതാരായിരുന്നു? കുഞ്ഞുഞ്ഞ്, കുഞ്ഞുമാണി, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞത് G സുകുമാരൻ നായരാണ്. കേരളത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിൽ സംഘടിത ന്യൂനപക്ഷങ്ങളാണ് വരുന്നത് എന്ന്. ഇനി അതിനപ്പുറം ഹാഷ്മി, കേരളത്തിലെ ഈ സംഘടിത ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ കവർന്നെടുക്കുകയാണ്, നേടിയെടുക്കുകയാണ് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി ആയിരുന്നില്ലേ? അപ്പൊ ഇത് കേരളത്തിൽ എത്രയോ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ആശങ്കയാണ്, അല്ലെങ്കിൽ പരാതിയാണ്. അത് കാലങ്ങളായിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ വിശകലനവുമായി ബന്ധപ്പെട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ അത് പറഞ്ഞിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം പണ്ടേ മുതലുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ BJPക്ക് നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു. CPM കൂടെ ഉണ്ടായിരുന്ന അവരുടെ അധസ്ഥിത ജനവിഭാഗം എന്ന് പറയുന്ന അവരുടെ യഥാർത്ഥ വോട്ട് ബാങ്ക് അത് ചോർന്നു. എന്തുകൊണ്ട് പോയി? അതിരുവിട്ട മുസ്ലിം പ്രീണനം. അദ്ദേഹം എണ്ണി പറഞ്ഞില്ലേ ആ മുസ്ലിം പ്രീണനം എന്തൊക്കെയാണെന്ന്? രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം മാത്രമല്ലല്ലോ. മലപ്പുറത്ത് കോളേജുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമെങ്കിലും SNDPക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമല്ലേ അദ്ദേഹം ഉന്നയിച്ചത്? ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് ലീഗ് കൈകാര്യം ചെയ്തിരുന്നില്ലേ? ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗ് എത്ര തവണ കൈകാര്യം ചെയ്തു? അപ്പോ കാസർഗോഡ് അദ്ദേഹം SNDP ആപ്ലിക്കേഷൻ കൊടുത്തു. കാസർഗോഡ് ഒരു സ്കൂൾ അനുവദിച്ചോ SNDPക്ക്? അറബിക് കോളേജുകൾ എയ്ഡഡ് കോളേജുകളാക്കി ഉയർത്തി. പക്ഷേ SNDPക്ക് ഒരു കോളേജ് പോലും, ഒരു സ്കൂൾ പോലും അനുവദിച്ചില്ല എന്നുള്ള പരാതിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു സ്കൂള്, ഏതെങ്കിലും ഒരു കോളേജ് എന്ന മട്ടിൽ അതിനെ കാണണോ ശ്രീ RV ബാബു? ഏതെങ്കിലും ഒരു സ്കൂള്, ഏതെങ്കിലും ഒരു കോളേജ് ഇന്ന സമയത്ത് അപ്ലൈ ചെയ്തപ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയില്ല, അതിനു മുമ്പ് കിട്ടി എന്ന രീതിക്കാണോ കാണുന്നത്? ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെയും RV ബാബുവിന്റെയും ഒക്കെ ഒരു നിലപാട് മുസ്ലിങ്ങൾ അധികാരങ്ങളൊക്കെ തട്ടിയെടുക്കുന്നു എന്നതാണ്. ഇപ്പോൾ സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നു. ആ വാദത്തിന് ഏതെങ്കിലും ഔദ്യോഗിക രേഖകളുടെ അടിസ്ഥാനമുണ്ടോ? അതിൽ നടന്ന ഔദ്യോഗിക പഠനങ്ങൾ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടാണ്, നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടാണ്, പിന്നെ ഉള്ളത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠനരേഖയാണ്. അതിലൊക്കെയും പറയുന്നു ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം മുസ്ലിം സമുദായത്തിന് ലഭിക്കുന്നില്ല എന്നാണ്. അത് ഉദ്യോഗമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഭൂസ്വത്താകട്ടെ, അവിടെ നിന്ന് അവർ വല്ലാതെ വളർന്നു എന്നാണ് വസ്തുതയെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടത് ഒരു ജാതി സാമുദായിക സർവേയാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘപരിവാറിന് ആ സർവേയോട് യോജിപ്പുണ്ടോ ശ്രീ RV ബാബു? നല്ല ചോദ്യമാണ് ഹാഷ്മി. എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം, ഒന്നാമതായിട്ട് ഹാഷ്മി മനസ്സിലാക്കണം, മണ്ഡൽ കമ്മീഷൻ കേരളത്തിൽ മുഴുവൻ മുസ്ലിം സമുദായവും പിന്നോക്കമാണ് എന്ന് പറഞ്ഞിട്ടില്ല. മണ്ഡൽ കമ്മീഷൻ മുസ്ലിം സമുദായത്തിലെ 82 ജാതികളെ കണ്ടെത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ ആ 82 ജാതികളിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഒരു ജാതി മാപ്പിളയാണ്.
ആ മാപ്പിള എന്നുള്ളത് ആരാണ് എന്ന് ഹാഷ്മിക്ക് അറിയാം. മുക്കുവ വിഭാഗത്തിൽ നിന്ന് മതം മാറി. മണ്ഡൽ കമ്മീഷന്റെ ബേസിക് കൺസെപ്റ്റ് അങ്ങനെയാണ്. അതായത് കുലത്തൊഴിലായിട്ട് അയിത്താചാരം നിലനിന്നിരുന്ന ആ സമുദായത്തിൽ നിന്ന് പിന്നീട് അതേ തൊഴിൽ തന്നെ മതം മാറിയിട്ടും തുടരുന്നവർ, അവർക്കാണ് ബാക്ക്വേർഡ്നെസ്, അവർക്കാണ് സംവരണാവകാശം. ഇതാണ് മണ്ഡൽ കമ്മീഷന്റെ ബേസിക് കോൺസെപ്റ്റ്. അതനുസരിച്ച് മാപ്പിളർക്ക്, അതുകൊണ്ടാണ് ലത്തീൻ കത്തോലിക്കർക്ക് സംവരണം. ലത്തീൻ കത്തോലിക്കരും മുക്കോ വിഭാഗത്തിൽ നിന്ന് മതം മാറിയവരാ. അപ്പോൾ അങ്ങനെ നാടാർ ക്രിസ്ത്യാനികൾക്ക് സംവരണമുണ്ട്. പരിവർത്തിത ക്രിസ്ത്യാനികൾക്ക് അവരും പിന്നോക്കമാണെന്ന് മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണ്ഡൽ കമ്മീഷനോ സച്ചാർ കമ്മിറ്റിയോ കേരളത്തിൽ, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, സച്ചാർ കമ്മിറ്റിയോ കേരളത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ ഹാഷ്മിയോട് അടുത്തൊരു കാര്യം പറയാം. ഹാഷ്മി, നമ്മളെല്ലാം മറച്ചു വെച്ച, ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരുന്ന, തമസ്കരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതും ആ റിപ്പോർട്ട് തയ്യാറാക്കിയതും ആരാണെന്ന് അറിയാമോ ഹാഷ്മി? KC സക്രിയ എന്ന് പറഞ്ഞ വേൾഡ് ബാങ്കിന്റെ ഡെമോഗ്രാഫറായി പ്രവർത്തിച്ചിരുന്ന, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെമോഗ്രാഫിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രഗത്ഭനായ, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സോഷ്യോളജിസ്റ്റ് എന്ന് പറയാവുന്ന ആള് KC സക്രിയ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഐ തിങ്ക് അദ്ദേഹം ഇപ്പോൾ ഒരു 90 വയസ്സെങ്കിലായി കാണും. അദ്ദേഹം 2016 നടത്തിയ ഒരു പഠനം നോക്കൂ, എന്ന പേരിൽ പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. CDS വേണ്ടി നടത്തിയ പഠനമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതെങ്കിലും സക്കറിയ എന്നൊരു വ്യക്തി നടത്തുന്ന പഠനത്തെക്കാൾ കൂടുതൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും സംസ്ഥാന സർക്കാരിന്റെ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടും, അതാണല്ലോ നമുക്ക് ആധികാരികം എന്നോണം മുന്നോട്ട് വെക്കാൻ കഴിയുക. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിൾ സർവേ അടിസ്ഥാനത്തിലല്ലാതെ കൃത്യമായ ശാസ്ത്രീയ വിശകലനങ്ങളുടെ രീതിയിൽ നടത്തിയ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഓരോരോ കമ്മീഷൻ റിപ്പോർട്ടുകൾ, അതിൽ നമുക്ക് ആധികാരികമായി പറയാൻ കഴിയും. എൻ്റെ ചോദ്യം അതായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ആധികാരികമായി ഒരിക്കൽ കൂടി ഈ സമുദായങ്ങളിലേക്ക് ഒരു റീവിസിറ്റ് നടത്തി ആരെങ്കിലും ആനുപാതികരഹിതമായി എന്തെങ്കിലും നേടിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ വേണ്ടത് ജാതി സർവേയാണ്, സാമുദായിക സർവേയാണ്. സംഘപരിവാർ അതിനോട് യോജിക്കുന്നുണ്ടോ ശ്രീ അറിവ് ബാബു? ഞാൻ അതിന് ഉത്തരം പറയാം. പക്ഷേ ഈ കണക്ക് പറയാൻ ഹാഷ്മി അനുവദിക്കാത്തതിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. ഏതെങ്കിലും ഒരു സർവേ അല്ല സർ, CDS വേണ്ടി നടത്തിയ സർവേയാണ് ഞാൻ പറഞ്ഞത്. CDS വേണ്ടി നടത്തിയ സർവേ KC സക്രിയയും ഇരുദയം രാജനും ചേർന്ന് നടത്തിയ സർവേ. ഏത് CDS വേണ്ടി നടത്തിയ സർവേ ആണെങ്കിലും ഒരു കേന്ദ്ര സർക്കാരോ ഒരു സംസ്ഥാന സർക്കാരോ നടത്തുന്ന സർവേക്ക് അത്രയും ആധികാരികമാണോ? ഏത് CDS വേണ്ടി ഏത് സക്രിയ നടത്തിയ സർവേ ആണെങ്കിലും ശ്രീ അറിവ് ബാബു, ഒരു കേന്ദ്ര സർക്കാർ കമ്മീഷൻ അതിന്റെ പാരഫെർണേലിയ ഉപയോഗിച്ചുകൊണ്ട്, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സച്ചാർ കമ്മീഷൻ പോലെയോ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ആധികാരികമാകുമോ? ആധികാരികമാവണമെങ്കിൽ ആര് സർവേ നടത്തണം? അത് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ നടത്തണം. അതിനുവേണ്ടി നടത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപായം എന്താണ്? ജാതി സാമുദായിക സർവേ നടത്തുക. സംഘപരിവാർ യോജിക്കുന്നുണ്ടോ ശ്രീ അറിവ് ബാബു? ഞാൻ എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കില്ല എന്നാണ് ഹാഷ്മിക്ക് വാശിയെങ്കിൽ പിന്നെ ഞാനത് വിടാം. ഞാൻ പറഞ്ഞത് എന്താ ഹാഷ്മി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു സച്ചാർ കമ്മിറ്റി കേരളത്തിൽ മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടില്ല. ചോദ്യം അതല്ല. അവർ പട്ടികജാതി വിഭാഗത്തെക്കാളും OBCയിലെ പല വിഭാഗങ്ങളെ. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെയോ രാജ്യത്തെയോ മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ക്രൈസ്തവരോ ഏതെങ്കിലും ജാതി വിഭാഗങ്ങളോ ഈഴവരോ നായർമാരോ അല്ലെങ്കിൽ ഇവരെങ്കിലും ആനുപാതികരഹിതമായി എന്തെങ്കിലും നേടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ആനുപാതികമായി കിട്ടിയിട്ടില്ല എന്ന് കണ്ടെത്താൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? സാമുദായിക സാമ്പത്തിക ജാതി സർവേ. അത് നടത്താൻ സംഘപരിവാർ തയ്യാറുണ്ടോ ശ്രീ അറിവ് ബാബു? അല്ല, കേരളത്തിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടക്കട്ടെ. ആർക്കാണ് എതിർപ്പ്? സാമൂഹ്യ സാമ്പത്തിക സർവേ ജാതി അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്താൻ ധൈര്യമുണ്ടോ പിണറായി വിജയന്? ഞാൻ പറഞ്ഞതേ ഞാൻ പറയുന്നതേ അല്ല, ജാതി സെൻസസും രണ്ടാണ് സർ. ഞാൻ പറയുന്നത് സോഷ്യോ എക്കോണമിക് സർവേ നടത്താൻ ധൈര്യമുണ്ടോ? നടത്തട്ടെ. ഞാൻ പറഞ്ഞതേ, ഞാൻ ഈ സർവേ റിപ്പോർട്ട് പറയാൻ എന്നെ അനുവദിക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ KC സക്രിയ സംഘപരിവാറിന്റെ ആളല്ല സർ, നിങ്ങൾ ഭയപ്പെടുന്നും വേണ്ട. KC സക്രിയ സംഘപരിവാറിന്റെ ആളല്ല. ലോകത്തെ, ഞാനത് പറഞ്ഞു, യുണൈറ്റഡ് നേഷൻസിന്റെ ഡെമോഗ്രാഫർ ആയിരുന്ന ആളാണ്, വേൾഡ് ബാങ്കിന്റെ ഡെമോഗ്രാഫർ ആയിരുന്ന ആളാണ് സാർ ഈ KC സക്രിയ. അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി നടത്തിയ പഠനമല്ല, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ CDS വേണ്ടി നടത്തിയ പഠനമാണ്. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിൽ ആ പഠനത്തിന്റെ കുറച്ചുകൂടി വിശദമായി വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് എത്താം അതിലേക്ക്. ശ്രീ വാഹിദ്, ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്.
ശ്രീ വാഹിദ്, ഏതെങ്കിലും സമുദായ നേതാവ് അത് ക്രൈസ്തവ വിഭാഗത്തിലേതാകട്ടെ, ഇസ്ലാം വിഭാഗത്തിലേതാകട്ടെ, ഹിന്ദു വിഭാഗത്തിലേതാകട്ടെ, ഞങ്ങൾക്കെല്ലാം കിട്ടി, ഞങ്ങൾ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞത് നമ്മൾ ഇതുവരെ കേട്ടുണ്ടോ? വെള്ളാപ്പള്ളി എല്ലാ കാലവും പറയുന്നത് ഈഴവർക്കൊന്നും കിട്ടുന്നില്ല, എല്ലാ മുസ്ലിങ്ങൾക്ക് കിട്ടുന്നു, എല്ലാം ക്രൈസ്തവർക്ക് കിട്ടുന്നു, എല്ലാം നായർക്ക് കിട്ടുന്നു, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന ഒരു സാമുദായിക നേതാവിൻ്റെ കൂടുതൽ നേടിയെടുക്കാനുള്ള തന്ത്രത്തിൻ്റെ തുടർച്ചയായി അതിനെ കരുതിയാൽ പോരെ? ഇപ്പോൾ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഏറ്റുപിടിച്ച് സർക്കാർ അതിന് മറുപടി പറയണം, അതിന് കൂടുതൽ വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ടോ ശ്രീ വാഹിദ്? ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. അതായത് ഇതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ അങ്ങേയറ്റം മുസ്ലിം വിരുദ്ധമായ പരാമർശങ്ങളാണല്ലോ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. അത് ഒന്നാമതായിട്ട് വസ്തുതകൾക്ക് വിരുദ്ധമാണ്. അത് നേരത്തെ ആഷ്മി തന്നെ സൂചിപ്പിച്ചു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എടുക്കുകയാണെങ്കിലും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിലും ഏത് ആധികാരികമായ കണക്കുകൾ എടുക്കുകയാണെങ്കിലും രാജ്യത്ത് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം സമുദായത്തെ അവരെല്ലാം കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം അങ്ങേയറ്റം വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഇവിടെ ബാബു നേരത്തെ പറഞ്ഞു മുസ്ലിങ്ങൾ കേരളത്തിൽ പിന്നാക്കമല്ല, കേരളത്തിൽ മുസ്ലിങ്ങൾ മുന്നാക്കമാണ് എന്നൊക്കെ രീതിയിൽ. അത് ഒന്ന് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. മറ്റൊരു സംഗതി, ഏത് സമുദായമാണ് അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകുന്നത് എന്ന് ബാബു പറഞ്ഞിട്ടില്ല. ഇനി ആഷ്മി ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈഴവ സമുദായത്തിന് അർഹമായത് കിട്ടുന്നില്ല എന്ന പരാതിയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളതെങ്കിൽ പിന്നാക്ക സമുദായമായ ഈഴവ സമുദായത്തിന് കിട്ടേണ്ടത് കിട്ടണം എന്ന അഭിപ്രായക്കാരാണ് നിങ്ങൾ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആർക്കാണ് കൂടുതലായിട്ട് കിട്ടുന്നത് എന്നതായിരുന്നില്ലേ വെള്ളാപ്പള്ളി നടേശൻ നോക്കേണ്ടിയിരുന്നത്? എവിടേക്കാണ് കൂടുതൽ അനർഹമായി പോകുന്നത്? ആരാണ് ഏറ്റവും കൂടുതൽ ഈ വിഭവ വിതരണത്തിലെ ഭരണ ഉദ്യോഗ തലങ്ങളിലെ അസന്തുലിതാവസ്ഥ എവിടെയാണ് ഉള്ളത് എന്നത് പഠിക്കാതെ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഓൾറെഡി പിന്നാക്കം നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൻ്റെ നെഞ്ചത്തേക്ക് കയറുന്നത് എന്നതാണ് ഇതിലെ മൗലികമായ ചോദ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ ചോദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുന്നത് ഈഴവ സമുദായത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയോ ശ്രീനാരായണീയ ദർശനത്തിൻ്റെ പിൻബലത്തിലോ അല്ല. വെള്ളാപ്പള്ളി നടേശൻ ഇത് കൃത്യമായും പറയുന്നത് സംഘപരിവാറിൻ്റെ കാലങ്ങളായിട്ടുള്ള ഒരു വാദഗതിയാണ് മുസ്ലിം അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്ത വാദങ്ങൾ ഉന്നയിച്ച് മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം നിർമ്മിച്ചെടുത്ത് ഇസ്ലാമോഫോബിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഫോർമേഷൻ നടത്തുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ ലൈൻ. അതാണ് വെള്ളാപ്പള്ളി ഇവിടെ ഏറ്റു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിച്ചോ എന്നറിയില്ല, നേരത്തെ RV ബാബു ഒരിക്കൽ പോലും സാമുദായികമായിട്ടുള്ള ഒരു സർവേ അല്ലെങ്കിൽ അതിനുവേണ്ടി സമ്മതമൊന്നുമില്ല എന്ന് മാത്രമല്ല, ആർക്കാണ് അങ്ങനെയെങ്കിൽ ഇവിടെ കേരളത്തിലെ സാമുദായികമായ അടിസ്ഥാനത്തിൽ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത് എന്നത് പറയാനും RV ബാബു തയ്യാറാകുന്നില്ല എന്നിടത്തും. പിന്നെ കെ സുരേന്ദ്രൻ വെള്ളാപ്പള്ളിയുടെ തൊട്ടുടനെ നടത്തിയ ഒരു പരാമർശം ഉണ്ടായിരുന്നു, CPM-ന്റെ അടുത്ത മുഖ്യമന്ത്രി പിന്നെ ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കൊണ്ടുവരും. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കിയാൽ ഇതിൽ കൃത്യമായി പറയാൻ കഴിയും സംഘപരിവാരത്തിന്റെ വാദമാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്ന്. സംഘപരിവാർ നമുക്കറിയാം കാലങ്ങളായി രാജ്യത്ത് ദേശീയാടിസ്ഥാനത്തിലും സംസ്ഥാനത്ത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്ന വാദമാണ് മുസ്ലിം അപ്പീസ്മെന്റ്. അത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ വെല്ലുവിളിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ ഇത് എനിക്ക് ഊന്നി പറയാനുള്ളത്, ഇതിൽ എന്തുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ഗുരുതരമായ മൗനം കാണിക്കുന്നു, കുറ്റകരമായ മൗനം കാണിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ചെയ്യേണ്ടതെന്ന് ഇതൊരു ധവളപത്രം ഇറക്കി വാഹിദ് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താങ്കൾ ഈ പറഞ്ഞ അതേ വാദം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ RSS താല്പര്യത്തിൽ RSS വൽക്കരിക്കുന്നു, അദ്ദേഹത്തിന്റെ മകനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ അതിൽ പങ്കുവഹിക്കുന്നു, ഒരു വിഭാഗത്തെ അങ്ങോട്ടേ കൊണ്ടുപോകുന്നു എന്ന് എന്താണ് തള്ളിപ്പറയാവുന്നതിന് അങ്ങേയറ്റം തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ നേരത്തെ ഉന്നയിച്ച വാദം തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് അതല്ല. ഇവിടെ ആർക്കാണ് ഭരണ ഉദ്യോഗ തലങ്ങളിൽ കൂടുതലായി കിട്ടുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ സാമൂഹ്യ നീതി വെല്ലുവിളിക്കപ്പെടുന്നത്, എന്ത് തരം അസന്തുലിതാവസ്ഥയാണ് ഇവിടെ ഉള്ളത് എന്നത് വെളിപ്പെടുത്തണം. കാരണം മുസ്ലിം സമുദായത്തിന് അർഹമായത് കിട്ടാതിരിക്കുകയും എന്നാൽ അനർഹമായവർ കൊണ്ടുപോകുന്നു എന്ന വളരെ വംശീയമായ പ്രചാരണം നടക്കുകയും ചെയ്യുന്നു. നേരത്തെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിന്റെ സമയത്ത് കാസ പോലെയുള്ള ക്രിസ്ത്യൻ വംശീയ ഗ്രൂപ്പുകളും ഇതുപോലെയുള്ള വംശീയ പ്രചാരണം നടത്തിയപ്പോഴും സർക്കാർ മൗനമാണ് സ്വീകരിച്ചത്. ഇവിടെ കേരളമാണ്, ഇത് സാംസ്കാരിക നവോത്ഥാന പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ കരുതൊന്നുമല്ല. എല്ലാം ജാതി മതാടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ചർച്ചകൾ ജാതി മതാടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്തിന്
ഒരു വർഗ ബഹുജന രാഷ്ട്രീയത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ വന്നിരുന്ന് എന്താണ് SNDP വോട്ടുകൾ, ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ എന്നൊക്കെ പറയുന്ന ഗതികേട് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ജാതി പറയാം. ശ്രീ ദിനു, ഇവിടെ ശ്രീനാരായണ ധർമ്മ മാനവ ട്രസ്റ്റ് എന്ന് പറയുന്ന ശ്രീനാരായണ മറ്റൊരു സംഘടന അവരുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭയിൽ തീയ സമുദായത്തിൽപ്പെട്ട വി മുരളീധരൻ മന്ത്രിയായിരുന്നു. ഇത്തവണ ഒരു നായരെയും സുറിയാനി ക്രിസ്ത്യാനിയുമാണ് തിരഞ്ഞെടുത്തത്. NDA മുന്നണി നായർ സുറിയാനി പ്രീണനം നടത്തുകയാണെന്ന ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ചിട്ടില്ലല്ലോ. രാജ്യസഭാ സീറ്റിൽ 5 മുസ്ലിങ്ങൾക്ക് ശേഷം 5 ഹിന്ദുക്കളെ നിശ്ചയിച്ച് അത് മുഴുവൻ നായന്മാർക്ക് നൽകിയാൽ വെള്ളാപ്പള്ളി നടേശന് തൃപ്തിയാകുമോ? ഇദ്ദേഹം ഹിന്ദുക്കളുടെ നേതാവാണോ അതോ ഈഴവ തീയ സമുദായ നേതാവാണോ? തുടങ്ങിയും അവർ ആ സമുദായത്തിനുള്ളിൽ തന്നെ അതിനോട് വിയോജിപ്പ് ഉയരുന്നുണ്ട്. അതിനെ കാണേണ്ടത് അങ്ങനെയാണോ? അതിനെ കാണേണ്ടത് ഈ പറഞ്ഞ പ്രാതിനിധ്യ കണക്കുകൾ വെച്ച് കീറിമുറിച്ച് കാണേണ്ടതാണോ? അതോ വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയത, നേരത്തെ ശ്രീ RUO പറഞ്ഞതുപോലെ അന്ന് മാൻഹോളിൽ വീണ് മരിച്ച ഒരു മനുഷ്യന്റെ പേര് നോക്കി വർഗീയത പറയുന്നത് നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനൊക്കെ ആണെങ്കിലും വർഗീയത പറയൽ വെള്ളാപ്പള്ളിക്ക് പുതുമയല്ല. അദ്ദേഹത്തിൻ്റെ ഒരു സംഘപരിവാർ ചിന്താധാരയുടെ ഭാഗമെന്ന് കരുതി തള്ളണോ? അതോ വാഹിദ് പറയും പോലെ സർക്കാർ ഒരു ധവളപത്രം ഇറക്കി ഇതിന് ഈ പറയുന്ന ഓരോരോ ജാതി വിഭാഗങ്ങൾക്ക്, മതങ്ങൾക്ക്, പട്ടികജാതിക്ക് പട്ടികവർഗം ഇത്ര കിട്ടി എന്ന് ധവളപത്രത്തിൻ്റെ ഒരു സീരിയസ്നെസ് അതിലുണ്ടോ ദിനു? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വായിക്കുന്നത് ആത്മോപദേശ ശതകമല്ലെന്നും അദ്ദേഹം വായിക്കുന്നത് വിചാരധാരയാണെന്നും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരുപക്ഷെ ജാതിഭേദം, മതദ്വേഷം പാടില്ലെന്നും സോദരത്തേന ഫ്രറ്റേണിറ്റിയോടുകൂടി മനുഷ്യർ ഒന്നിച്ച് വാഴണമെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളല്ല വെള്ളാപ്പള്ളി നടേശൻ ഫോളോ ചെയ്യുന്നത്. അദ്ദേഹം ഒരു ശ്രീനാരായണീയനേ അല്ല. അദ്ദേഹത്തിന് മികച്ചത് BJPയിലോ RSSലോ പോയി അഭയം തേടുന്നതാണ് മികച്ചതെന്ന് അദ്ദേഹം ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഒരു RSS കാര്യവാഹകന്റെ നിലയിലേക്ക് തരം താണുപോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നടത്തുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ നിന്ദയാണ് അദ്ദേഹം നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മൾക്ക് മുന്നിലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഡാറ്റ എന്താണ് പറയുന്നത്? ഈഴവർക്കും SC/ST വിഭാഗങ്ങൾക്കും പിന്നോക്ക ഹിന്ദു സമുദായത്തിലെ ആളുകൾക്കും തീർച്ചയായിട്ടും പ്രാതിനിധ്യ കുറവുണ്ട് എന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഈ പ്രാതിനിധ്യ കുറവ് വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. കേന്ദ്ര മന്ത്രിസഭയ്ക്കകത്ത് 20 കോടി ഇന്ത്യക്കാരെ മുസ്ലിങ്ങളെ പ്രാതിനിധ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആൾ പോലുമില്ല. രാജ്യസഭയ്ക്കകത്ത് 37 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 13 പേർ മാത്രമാണ്. ലോക്സഭയ്ക്കകത്ത് 80 മുസ്ലിം MP-മാർ വേണ്ടടുത്ത് 24 മുസ്ലിം MP-മാർ മാത്രമാണ്. കേരള നിയമസഭ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്പീക്കറും 2 മന്ത്രിമാരും മാത്രമാണുള്ളത്. ഇന്ത്യക്കകത്തെ 15 സംസ്ഥാനങ്ങൾക്കകത്ത് ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല എന്നുള്ളത് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഇനി ആരാണ് ഈഴവരുടെയും ദളിതരുടെയും ആദിവാസികളുടെയും സീറ്റുകൾ തട്ടിയെടുക്കുന്നത്? വളരെ കൃത്യമായി ഇന്ത്യക്കകത്തെ, കേരളത്തിനകത്തെ സവർണ സമുദായങ്ങളാണ് ഇത് തട്ടിയെടുക്കുന്നത്. കേരളത്തിനകത്ത് ജനസംഖ്യാ പ്രാതിനിധ്യത്തിന് അപ്പുറത്തേക്ക് 5 നായർ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ, 2 മുന്നോക്ക ക്രൈസ്തവ മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായപ്പോൾ മുസ്ലിം സമുദായത്തിൽ 1, ഈഴവ സമുദായത്തിൽ 3. ഇതെന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനും ഈ പറയുന്ന സംഘപരിവാർ അടക്കമുള്ള സംഘടനകൾ പ്രശ്നവൽക്കരിക്കാത്തത്? കേരളത്തിന്റെ മിനിസ്റ്റർമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 11.9% മാത്രം ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള നായർ സമുദായത്തിൽ നിന്ന് 116 എണ്ണം, അതായത് 147.53% ഇരട്ടിയാണ് നായർ മന്ത്രിമാരുടെ പ്രാതിനിധ്യം. 0.5% മാത്രമുള്ള ബ്രാഹ്മണരിൽ നിന്ന് 7 മന്ത്രിമാരാണ് ഉണ്ടായിട്ടുള്ളത്. 255.33% അധിക പ്രാതിനിധ്യമാണുള്ളത്. മുന്നോക്ക ക്രൈസ്തവർക്ക് 55.10% അധിക പ്രാതിനിധ്യം നൽകുന്നു. പട്ടികജാതിക്കാരുടെ എണ്ണം വരുന്ന സമയത്ത് 49.80% കുറവ്. പട്ടികവർഗത്തിന്റെ കാര്യം വരുമ്പോൾ 82% കുറവ്. ഈഴവരുടെ സ്ഥാനം വരുന്ന സമയത്ത് 24% കുറവ്. മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴോ 26.56% ജനസംഖ്യാ പ്രാതിനിധ്യമുള്ള മുസ്ലിങ്ങളിൽ നിന്ന് 37.89% മാത്രമാണ് കുറവ്. ഇനി നമുക്ക് ജുഡീഷ്യറി എടുത്തു നോക്കാം. ഭാരത് ആൻഡ് ബെഞ്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പ്രകാരം 1980 വരെ ഒരു SC/ST OBC വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. 1988 വരെ 50% ബ്രാഹ്മണരാണ് അവിടെ ജുഡീഷ്യറി നിർണയിച്ചത്. 2023 എത്തുമ്പോഴേക്കും 36% സിറ്റിംഗ് ജഡ്ജിമാർ നേരത്തെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യമാണ് എന്ന് പറഞ്ഞാൽ അല്ല ദിനു, ഇവിടെ നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള സഖ്യത്തിൽ ഈ കണക്കിന് പ്രസക്തി ഉണ്ടോ? സഖ്യകാലമാണ് അത് വെള്ളാപ്പള്ളിയും NSSും എത്രത്തോളം ചേർന്നു എനിക്കറിയില്ല. എന്ന് പറയുമ്പോ
അതെ, ഹിന്ദു ഒന്ന് ഉണരാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇതിനകത്ത് സെൻസസിന് ശേഷം പെട്ടിട്ടുള്ള SC ST വിഭാഗത്തിനോ ഈഴവർക്കോ പ്രാതിനിധ്യം കൊടുത്ത് ഉണരുന്ന കാര്യമല്ല പറയുന്നത്. ദേവസ്വം ബോർഡ് കേരളത്തിനകത്ത് നടത്തുന്ന കോളേജുകളിലടക്കം 90% സവർണർക്ക് മാത്രം സീറ്റ് ലഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് RSSനോ BJPക്കോ സാധിക്കാത്തതെന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കണം. ഇത് വളരെ കൃത്യമായിക്കൊണ്ട് ഇസ്ലാമോഫോബിയ വിതറിക്കൊണ്ട് മുസ്ലിം അപരവൽക്കരണം നടത്തുക എന്നുള്ളതിന് മാത്രമുള്ള തന്ത്രമാണ്. നമ്മുടെ മുന്നിലുള്ള ഇനി RV ബാബുവും ഈ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ചെയ്യേണ്ടത് OBC ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ നാഷണൽ കമ്മീഷൻ ആണല്ലോ, OBC കമ്മീഷൻ ആണല്ലോ, BJPയുടെ ആളുകൾ തന്നെയാണല്ലോ ഇരിക്കുന്നത്. അങ്ങോട്ടേക്ക് ഒരു കത്ത് എഴുതുക, കേരളത്തിലെ മാപ്പിള വിഭാഗത്തിനെ, മുസ്ലിം വിഭാഗത്തിനെ OBC വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അയക്കൂന്നേ. സാമുദായിക സെൻസസ് നടത്തത്രയെന്ന് വളരെ കൃത്യമായി അണ്ടർ റെപ്രസെന്റേഷൻ ഇൻ സെൻട്രൽ ഗവൺമെന്റ്, സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ്നെസ്, ഇത് പ്രകാരമാണ് OBC വിഭാഗത്തിലെ ഒരു സമുദായത്തെ ആ പട്ടികയിൽ പെടുത്തുന്നത്. അതിൽ നിന്ന് എടുത്തൊഴിവാക്കാനും നിങ്ങളുടെ നാഷണൽ OBC കമ്മീഷൻ അധികാരമുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് മുന്നിലുള്ള യുക്തിപരമായിട്ടുള്ള ഒരു രേഖ പോലും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയുള്ള ഒരു രേഖ പോലും മുസ്ലിം വിഭാഗത്തിന് അമിത പ്രാതിനിധ്യം എന്നുള്ളത് കാണിക്കുന്നില്ല. മറിച്ച് നായർ, സിറിയാനി, ക്രിസ്ത്യാനി, ബ്രാഹ്മിൺ വിഭാഗത്തിനാണ് ഇവിടെ അമിത പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഈ ഒളിഗാർക്കിയെ തച്ചുടച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങൾക്കും അർഹമായ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത്. മറിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് ഈ രീതിയിൽ മുസ്ലിം വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. ഇത് ശ്രീനാരായണീയനല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നും അദ്ദേഹം ഒരു RSS കാര്യവാഹകന്റെ നിലയിലേക്ക് താഴ്ന്നു എന്നുള്ള ഒരു കാര്യം ഞാനിവിടെ ഉറച്ചു പറയാം. ഞാൻ തന്നിരുന്നു. ശ്രീ B ജയരാജ്, ഇവിടെ ഈ ചർച്ചകൾക്കൊക്കെ പ്രസക്തി എന്താണ്? ഇന്നിപ്പോ തുഷാർ വെള്ളാപ്പള്ളി പരമാവധി ശക്തനായി പറയുകയാണ് BJP വോട്ടുകൾ മാത്രം അല്ല, BDJS വോട്ടുകൾ മാത്രമല്ല NDAയിലേക്ക് പോയത്, മറ്റു വോട്ടുകൾ കിട്ടി, ഞങ്ങൾ വലിയ ശക്തരാണെന്ന് പറയുകയാണ്. ശ്രീ B ജയരാജ്, ഇവിടെ BDJSന്റെ വോട്ടുകൾ മൊത്തമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് വയനാട്ടിൽ കെട്ടിവെച്ച കാശ് പോവില്ല. BDJSന്റെ വോട്ടുകൾ മൊത്തമായി ശോഭാ സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആരിഫിന് അവിടെ കെട്ടിവെച്ച കാശ് നഷ്ടമാകുമായിരുന്നു. ശ്രീ ജയരാജ്, ഇവിടെ കാസർഗോഡ് അടക്കം കണ്ണൂരടക്കം മറ്റു പല കണക്കുകളുണ്ട്. ഇവിടെ ക്രൈസ്തവ വിഭാഗത്തിന്റെ വോട്ട് നിങ്ങൾക്ക് പോയി, മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നിങ്ങൾക്ക് പോയി, ഈഴവ വിഭാഗത്തിന്റെ വോട്ട് CPMന് പോയി. അതിന് കാരണം ഓരോരോ കാരണങ്ങളായി SNDPക്ക് അല്ലെങ്കിൽ BDJSന് അമിത പ്രാധാന്യം, അല്ലെങ്കിൽ അവരുടെ ശക്തി, അല്ലെങ്കിൽ ക്രൈസ്തവ സഭകൾക്ക് വോട്ട് ചോർത്താനുള്ള അവരുടെ ശക്തി എന്ന് കൽപ്പിച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഭരണവിരുദ്ധ വികാരത്തിൽ ഈഴവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും അടക്കമുള്ള എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് പല വഴിക്ക് പോയി എന്ന് തുറന്നു പറയാനുള്ള മടി കാരണമാണ്. ആ മടി കാരണം കേരളത്തിലുണ്ടാകുന്ന അനാവശ്യ ചർച്ചകൾ നോക്കൂ ശ്രീ ജയരാജ്. ഇതിനകത്ത് ഒരു തെറ്റിദ്ധരുത്തൽ എന്നുള്ള രീതിയിൽ എന്തൊക്കെ തിരുത്തലുകളാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിലടക്കം നടന്നുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് ഉണ്ടായ വിലയിരുത്തലുകളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദ മാസ്റ്റർ വന്ന് പുറത്തിറങ്ങി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഈ തിരുത്തൽ രേഖയൊക്കെ നടത്തുന്നതിന് മുമ്പിലെ എങ്ങനെ തിരുത്തണമെന്നും ഏതെല്ലാം മാർഗത്തിലാണ് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് പരാജയപ്പെട്ടതെന്നൊക്കെ ഇവിടെ പല ആളുകളും അഭിപ്രായം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ ഓരോ മതസംഘടന, ജാതി മതസംഘടന നേതാക്കൾക്കെല്ലാം എങ്ങനെ തിരുത്തണമെന്ന് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലൊന്നും നമ്മൾ കൈയടത്തുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംസ്ഥാന സർക്കാരിന്റെ വലിയ ആസ്പിറേഷനായ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. സർ, നവോത്ഥാന മൂല്യ സംരക്ഷണ അധ്യക്ഷനായിരുന്ന ആൾ പറയുകയാണ് ഇവിടെ ശ്രീ B ജയരാജ്, ഇവിടെ PP സുനീർ എന്ന് പറയുന്ന CPIയുടെ നേതാവ് ഇസ്ലാം മത വിശ്വാസിയാണ് അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയും മുമ്പ് സുനീറിന്റെ വീട്ടുകാർക്കോ ബന്ധുക്കൾക്കോ അല്ലാതെ മറ്റാർക്കെങ്കിലും ഇവിടെ അറിയാവോ? ജോൺ ബ്രിട്ടാസിനെ ക്രൈസ്തവനായിട്ടാണോ കേരളം കാണുന്നത്? ജോസ് കെ മാണിയെ ക്രൈസ്തവനായിട്ടാണോ കേരളം കാണുന്നത്? A റഹീമിനെ മുസ്ലിമായിട്ടാണോ കേരളം കാണുന്നത്? സാർ, A റഹീം എന്ന് പറയുന്നത് ഇവിടെ ഭരണ തുടർച്ച ഉണ്ടായ ഒരു സമയത്ത് ചത്തുപോയേക്കാവുന്ന DYFI എന്ന് പറഞ്ഞ പ്രതിപക്ഷ യുവജന സംഘടനയെ പൊതിച്ചോറ് പോലുള്ള നവീന ആശയങ്ങളിലൂടെ ഉയർത്തി നിർത്തിയ ഒരു നേതാവ്. ആ നേതാവിൻ്റെ കഴിവിന് കൊടുത്ത അംഗീകാരമാണത്. ജോൺ ബ്രിട്ടാസിനെ ഇങ്ങനെയാണോ കാണുന്നത്? അവരുടെ മതം പറഞ്ഞു പറയുകയാണ് നിങ്ങളുടെ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷൻ. മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കൊന്നും ബാധ്യതയില്ല എന്നാണോ ജയരാജ്? അല്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള മറുപടിയാണല്ലോ ഗോവിന്ദ മാഷ് പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് ഓരോരുത്തരും പേരെടുത്ത് പറയണമെന്ന കാര്യമില്ലല്ലോ. ഇത്തരത്തിലുള്ള സത്യത്തെ ഇതൊക്കെ നെഗ്ലക്റ്റ് ചെയ്യണമെന്ന കാര്യങ്ങളാണ്. കാര്യം ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി
പുച്ഛിച്ച് കളയേണ്ടുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇതിനകത്തൊന്നും വാസ്തവമില്ലെന്ന് നമ്മൾ ഈ കണക്കുകളൊന്നും എനിക്ക് മുമ്പ് സംസാരിച്ച ബിനു പറഞ്ഞതുപോലെ കണക്കുകളൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. അദ്ദേഹം 1% പോലും ശ്രീനാരായണീയനല്ല. ശ്രീനാരായണൻ്റെ ദർശനങ്ങൾ എന്താണെന്ന് പോലും അറിയാത്ത ആളാണെന്ന് കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞൂടാത്തത്? കേരള ജനതയ്ക്ക് മുഴുവൻ അറിയാം. അദ്ദേഹം ഓരോ തവണ നടത്തുന്ന പരാമർശങ്ങൾ, എന്തെല്ലാം പരാമർശം. നേരത്തെ ചൂണ്ടിക്കാണിച്ച കണക്കുപോലെ അഴുക്ക് ചാലിൽ ഒരു തൊഴിലാളി വീണപ്പോൾ അതിൻ്റെ ജാതി വരെ പറഞ്ഞ് അതിൻ്റെ മതം പറഞ്ഞിട്ട് പറഞ്ഞ് അത്രയും വർഗീയ വിഷം ചീണ്ടുന്ന പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. വില മാത്രം കൊടുത്താൽ മതി. കേരളത്തിലെ അതിനുശേഷമാണ് ഈ പറയുന്ന വെള്ളത്തിന് തീപിടിക്കുന്ന പരവർഗീയത പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നവോത്ഥാന മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉണ്ടാക്കിയ ഒരു സമിതിയുടെ അധ്യക്ഷനാണ് ഇപ്പോഴും. ഇവിടെ രാജ്യസഭാംഗങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് മതമെടുത്ത് പറഞ്ഞ് ചിത്രീകരിക്കുമ്പോൾ ഇപ്പോഴും അദ്ദേഹം ഈ നവോത്ഥാന സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനാണ്. ജയരാജ്, നവോത്ഥാന സമര അതിന്റെ അധ്യക്ഷനായി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ അത് തന്നെ മൂല്യ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായ അദ്ദേഹം വരുന്നത് അദ്ദേഹം SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ്. ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP യോഗത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള ഒരൊറ്റ കാറ്റഗറിയുടെ പുറത്താണ്, ഒരൊറ്റ സ്ഥാനത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന് നവോത്ഥാന മൂല്യം. അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കണ്ടുകൊണ്ടൊന്നും അല്ല അതിനകത്ത് എടുത്തു വെച്ചത്. എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. ഈ പറയുന്ന നവോത്ഥാനം, ഈ പറയുന്ന എന്താണോ ആ കൺസെപ്റ്റ്, അതിന്റെ നേരെ വിപരീതം നിൽക്കുന്ന എന്തും പറഞ്ഞോട്ടെ, അദ്ദേഹം SNDP അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഇരുന്നോട്ടെ എന്നുള്ള ന്യായമികമൊക്കെ. ചാറിബാബു, ഇവിടെ കേരള കൗമുദിയിൽ ഈ പറയുന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടുകൊണ്ട് നമ്മൾ വേലി കെട്ടാൻ വിധിക്കപ്പെട്ടവർ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ ആ ലേഖനത്തിൽ പറയുന്ന ഒരു വരി ഇങ്ങനെയാണ്: CPIയുടെ രാജ്യസഭാ സീറ്റിനെ കുറിച്ചാണ്. CPIയുടെ സീറ്റ് മുസ്ലിമിനും CPMന്റേത് ക്രൈസ്തവനും വിളമ്പി എന്ന് പറയുകയാണ്. UDF ആകട്ടെ പതിവ് പോലെ മുസ്ലിം ലീഗിന് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PP സുനീറിനെ മുസ്ലിമായി ഐഡന്റിഫൈ ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശന്റെ കാഴ്ചയുടെ ഇടുക്കം പോട്ടെ. RV ബാബു, അപ്പോൾ ക്രൈസ്തവന് ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തതും അനർഹമാണ് എന്ന വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് RV ബാബുവും ഹിന്ദു ഐക്യവേദിയും RSS ഒക്കെ യോജിക്കുകയാണോ? വെള്ളാപ്പള്ളി നടേശൻ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഞാനിവിടെ ഒരാളാണ് ഈ കാര്യം പറയാനായിട്ടുള്ളത്. ഹാഷ്മി, അതിൻ്റെ ഒരു സാമാന്യമായ യുക്തി ആ കാര്യത്തിൽ പാലിക്കണം എന്ന് ഞാൻ ഹാഷ്മിയോട് പറയുകയാണ്. 4 പേര് പുറത്ത് നിൽക്കുമ്പോൾ ഒരാൾ പറയുമ്പോൾ കുറച്ച് കൂടുതൽ പറയാനുള്ള അവസരം എനിക്ക് തരണം. ഞാൻ ഇടയ്ക്ക് ഇടപെടേണ്ടെന്നൊന്നുമല്ല, ഞാൻ വസ്തുതാവിരുദ്ധമായി പറഞ്ഞ ഇടപെട്ടോളൂ. ഓക്കെ, നാരായണ ഗുരുദേവന്റെ ശിഷ്യനല്ല, ശ്രീനാരായണീയ ദർശനത്തിൽ അദ്ദേഹം വിചാരധാര വായിച്ചാൽ മതി എന്നൊക്കെ ചിലർ പറഞ്ഞു. കുമാരനാശാനെ കുറിച്ച് അങ്ങനെ പറയുമോ? കുമാരനാശാനാണ് ദുരവസ്ഥ എഴുതിയത്, കുമാരനാശാനാണ് മതപരിവർത്തന രസവാദം എഴുതിയത്. R ശങ്കറിനെ കുറിച്ച് അങ്ങനെ പറയുമോ? ശങ്കറും മന്നത്വത്മനാഭനും കൂടിയാണ് ഹിന്ദു മഹാമണ്ഡലം രൂപീകരിച്ചത്. TK മാധവനെ കുറിച്ച് അങ്ങനെ പറയുമോ? TK മാധവനാണ് പറഞ്ഞത് ഞാൻ വൈക്കം സത്യാഗ്രഹം ഹിന്ദുമത പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരംഭിച്ചതാണ് എന്ന്. അപ്പോ കാര്യം പറഞ്ഞാൽ അവനെ വർഗീയവാദിയാക്കുക, വിവേചനം ചൂണ്ടിക്കാണിച്ചാൽ അയാൾ വർഗീയവാദിയാക്കുക, മതമൗലികവാദിയാക്കുക, കൊള്ളരുതാത്തവനാക്കുക എന്ന് പറഞ്ഞാൽ അത് ഇനി അംഗീകരിക്കില്ല കേരളത്തിലെ ജനത എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അതിനി വിലപ്പോവില്ല കേരളത്തിൽ. വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു മലപ്പുറത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. 70% മുസ്ലിങ്ങളുള്ള മലപ്പുറത്ത് 2 മുന്നണികൾ നിർത്തിയത് ആരെയാണ്? മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. കോട്ടയത്ത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി 2 മുന്നണികൾ നിർത്തിയത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ്. മലപ്പുറത്ത് നിർത്തിയത് ആരെയാണ്? ആലപ്പുഴയിൽ 12%. ഞാൻ പറഞ്ഞോട്ടെ, അല്ല മലപ്പുറത്ത് NDA നിർത്തിയത് ആരെയാണ്? അല്ല മലപ്പുറത്ത് NDA നിർത്തിയ സ്ഥാനാർത്ഥി ആരാണ്? അതെ 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 ഞാൻ അതിലേക്ക് വരാം. NDA നിർത്തിയതും ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരാം. ഞാൻ 3 മുന്നണികളും ആയിക്കോട്ടെ. മലപ്പുറത്ത് NDA നിർത്തിയത് മുസ്ലിമിനെയാണ്. ഞാൻ പറയോട്ടെ, അവിടെ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ NDAക്ക് ഒരു മുസ്ലിം മന്ത്രി ഇല്ലാന്ന്. മുസ്ലിങ്ങൾക്ക് തീരുമാനിക്കാമായിരുന്നല്ലോ, NDAക്ക് വോട്ട് ചെയ്ത് ഒരു മന്ത്രി കിട്ടും, നമുക്ക് ഒരു മുസ്ലിം പ്രാതിനിധ്യം കിട്ടുമെന്ന്. ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രി ഉണ്ടാകുമായിരുന്നല്ലോ. ഒരു ക്രിസ്ത്യൻ മന്ത്രിയെ കിട്ടിയ പോലെ ഒരു മുസ്ലിം മന്ത്രിയെ കിട്ടുമായിരുന്നല്ലോ. എന്തേ മുസ്ലിങ്ങളെ തീരുമാനിക്കാതിരുന്നത്? ഇന്ത്യയിൽ ഒക്കെ ഒട്ടാകെ ഒരു കൺസോൾട്ടേഷൻ ആർക്കെതിരായിട്ടായിരുന്നു? മുസ്ലിങ്ങളുടെ. അപ്പൊ അതൊക്കെ നിൽക്കട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിനെ കുറിച്ചിട്ടാണ്. വെള്ളാപ്പള്ളി എന്താ പറഞ്ഞത്? വളരെ വ്യക്തമായിട്ട് അത് അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചെടുക്കാം. 12% ആലപ്പുഴയിലെ മുസ്ലിം പോപ്പുലേഷൻ. 12%. ആ 12% മുസ്ലിം പോപ്പുലേഷനുള്ള ആലപ്പുഴയിൽ ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കി ആരിഫ് ജയിക്കുന്നു. ഇത്തവണ ജയിച്ചല്ലോ കഴിഞ്ഞ തവണ. ഒരു മടിയില്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യാൻ. ഞാൻ ചോദിക്കുന്ന ഈ മാനദണ്ഡം 30%, ഏകദേശം 30%-ഓളം മലപ്പുറത്ത് ഹിന്ദുക്കളുണ്ട്. ഈ 2 മുന്നണികളിൽ
പൊന്നാനിയിലെ ഹിന്ദു സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ NDAക്ക് ഹാഷ്മി ആയിരുന്നല്ലോ. ഞാൻ ഈ മാനദണ്ഡം മലപ്പുറത്ത് എന്തുകൊണ്ട് രണ്ട് മുന്നണികളും സ്വീകരിക്കുമോ? 50% താഴെ ഹിന്ദുക്കളുള്ള മണ്ഡലത്തിൽ ഹിന്ദുക്കളായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ? 50% താഴെ ഹിന്ദുക്കളുള്ള ഒരു മണ്ഡലത്തിൽ ഹിന്ദുവായിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ ധൈര്യമുണ്ടോ മുന്നണികൾക്ക്? എന്നിട്ട് ഹാഷ്മി ഇവിടെ വെറുതെ ഇരുന്ന് മതേതരത്വം കേരളം അങ്ങനെയല്ല ചിന്തിക്കണതെന്ന് പറഞ്ഞാൽ അത് തൊടാതെ വിഴുങ്ങാൻ പഴയ കാലമല്ല ഹാഷ്മി. ഇത് ജനങ്ങളിത് കണ്ണിൽ കാണുകയല്ലേ, എണ്ണി ചോദിക്കുകയല്ലേ. ആ ചോദിക്കുന്നതിന് മറുപടി വേണ്ടേ? വെറുതെ എന്നിട്ട് എന്താ വളരെ ആസൂത്രിതമായി വാഹിദ് എന്നാണ് പേരെന്ന് ഞാൻ കേട്ടത്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, പേര് തിരുത്തിക്കോളൂ. വാഹിദ് പറയുകയാണ് ആ അവകാശം ആർക്കാണ് കിട്ടുന്നതെന്ന്. സുപ്രഭാതം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ അവകാശം നായർ സമുദായത്തിനാണ് കിട്ടുന്നത്. അപ്പോ നായർ സമുദായത്തിന് എതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് എന്ന് വെച്ചാൽ കേരളത്തിൽ ഈഴവ നായർ സംഘർഷം ഉണ്ടാവണം. സുപ്രഭാതം പറഞ്ഞത് അതാണ്. കേരളത്തിൽ ഈഴവ നായർ സംഘർഷം ഉണ്ടാവണം. നായർക്കാണ് ഇത് മുഴുവൻ കിട്ടുന്നത്. വാഹിദെ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. ദിനുവിന് ഏതൊക്കെയോ ഡോക്യുമെന്റ്സ് കണക്കുകൾ പറയാൻ, ശതമാന കണക്ക് പറയാൻ ആവശ്യം പോലെ സമയം കൊടുത്തു. ഞാൻ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കേരളത്തിലെ ഒരു സ്ഥാപനം ഇതേപോലുള്ള സോഷ്യൽ സാമ്പത്തിക സർവേ ഒക്കെ നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ സ്റ്റഡി പറയാൻ എന്നെ അനുവദിക്കുന്നില്ല ഹാഷ്മി. സർ, അങ്ങനെ സ്റ്റഡി പറയാനാണെങ്കിൽ സച്ചാർ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒക്കെ ഉണ്ടെന്നേ, അങ്ങനെയുള്ള പഠനങ്ങളുണ്ട്. നമ്മൾ എടുക്കേണ്ടത് എന്താണ്? അതിൽ ഉള്ള പഠനങ്ങളിൽ പഠനം കേരള പഠനം, അത് കേരള പഠനം എന്ന് പറഞ്ഞാൽ അത് സാമ്പിൾ സർവേ ആണ്. ഞാൻ പറഞ്ഞു നമ്മൾ അതുപോലെ എടുക്കുന്നില്ല. കാരണം എന്താണ്? അത് സാമ്പിൾ സർവേ ആണ്. പഠനത്തിലും അത് സാമ്പിൾ സർവേ ആണ്. അതുപോലെ നമുക്ക് ആധികാരികം എടുക്കാൻ കഴിയാത്ത കാരണം എന്താണ്? അതിനേക്കാൾ കുറച്ചുകൂടി എന്താണ് വിപുലമായ രീതിയിൽ, വ്യാപൃതമായ രീതിയിൽ നടത്തുന്ന സർവേകൾ സർക്കാരുകളുടെ സർവേകളാണ്. അതാണ് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടും നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ താങ്കൾ CDSL സർവേ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കുറെ അധികം പഠനങ്ങളുണ്ട് ഇക്കാലയളവിൽ, ഓൺലൈനായും അല്ലാതൊക്കെ നടത്തിയത്. ബാബു ഹഷ്മി ഞാൻ പറഞ്ഞത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നോക്കമാണെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്. ഡിബേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? മണ്ഡൽ കമ്മീഷൻ കേരളത്തിലെ, ഞാൻ ചോദിക്കുന്ന ഹാഷ്മി, ഇന്ത്യയില് മൊത്തം മുസ്ലിങ്ങൾക്കും സംവരണം കൊടുക്കുന്ന ഒറ്റ സ്റ്റേറ്റേ ഉള്ളൂ. കേരളത്തിൽ എന്തുകൊണ്ടാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും സംവരണം? മുഴുവൻ മുസ്ലിങ്ങളും പിന്നോക്കാണോ? ക്രൈസ്തവരിലെ ലത്തിൻ കത്തോലിക്കർക്ക് സംവരണമുണ്ട്, നാടാർ ക്രിസ്ത്യാനികൾക്ക് സംവരണമുണ്ട്, പരിവർത്തന ക്രിസ്ത്യാനികൾക്ക് സംവരണമുണ്ട്. മുഴുവൻ ക്രിസ്ത്യാനികൾക്കും സംവരണം ഇല്ല. എന്തുകൊണ്ടാണ് മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇവിടെ സംവരണം? ഏത് പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് പറഞ്ഞേ ഹാഷ്മി. നിങ്ങൾ ഈ പഠനത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, മുഴുവൻ മുസ്ലിങ്ങളും പിന്നോക്കമാണെന്ന് ഏത് പഠനമാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ വെല്ലുവിളിക്കുന്നു. സച്ചാർ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? മണ്ഡൽ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ? നരേന്ദ്ര കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ പഠനം സാമ്പിൾ സർവേ ആണ് സാർ ഇതിനകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ സാമ്പിൾ സർവേയിൽ ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? ഞാൻ ആ കണക്ക് പറയാൻ നിങ്ങൾ ദിനുവിനെ ഏതൊക്കെയോ ശതമാന കണക്ക് പറയാൻ നിങ്ങൾ അനുവദിച്ചല്ലോ. ഞാൻ ഈ ഡാറ്റ പറയുന്നത് ദിനു പറഞ്ഞത് ഏതൊക്കെയോ CDSL അല്ല, ദിനു പറഞ്ഞത് സച്ചാർ കമ്മിറ്റിയാണ് പറഞ്ഞത്. ദിനു പറഞ്ഞ നരേന്ദ്ര കമ്മീഷനാണ് പറഞ്ഞത്. ഏതൊക്കെയോ കണക്കല്ല പറഞ്ഞത്. ഈ പറയുന്ന ലോക്സഭയിലെ എന്താണ് 20 കോടിയോളം വരുന്ന മുസ്ലിം സമുദായത്തിൽ നിങ്ങൾ പറയുന്ന സാമുദായിക സന്തുലിതം പ്രധാനമാണെങ്കിൽ, സാമുദായിക സന്തുലിതാവസ്ഥ പ്രധാനമാണെങ്കിൽ RV ബാബു, 20 കോടിയോളം വരുന്ന ഒരു സമുദായത്തിന് അവിടെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സന്തുലിതാവസ്ഥ വേണം എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? അല്ല, സന്തുലിതാവസ്ഥ വേണമെങ്കിൽ അവരെ ജയിപ്പിക്കണം. അവരെ ജയിപ്പിച്ചോ? നിർത്തിയ ഒരാളെങ്കിലും ജയിപ്പിച്ചോ? മുക്താർ അബ്ബാസ് നഖ്വി ക്രിസ്ത്യാനികൾ വോട്ട് കൊടുത്തു, അതുകൊണ്ടാണ് ജോർജ് കുര്യനെ സ്ഥാനാർത്ഥി വോട്ട് കൊടുത്തു എന്നാണ് BJPയുടെ വിലയിരുത്തൽ. ജോർജ് കുര്യനെ മന്ത്രിയാക്കിയത്. അപ്പൊ RV ബാബു, ഇതാണ് പ്രശ്നം. ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മനുഷ്യൻ 70കളിൽ BJPയിലേക്ക് വന്നതാണ്. ABUPയിലൂടെ, യുവമോർച്ചയിലൂടെ, നിങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വത്തിലൂടെ പണി മൊത്തം എടുത്ത് ഇക്കാലം അത്രയും അതിന്റെ ഒക്കെ നേതൃതലത്തിലിരുന്ന് ഒക്കെ വന്ന ഒരാളാണ്. ജോർജ് കുര്യനെ പോലും RV ബാബുവും BJP കാണുന്നത് ക്രൈസ്തവം മാത്രമായിട്ടാണ്. അതുകൊണ്ട് കൊടുത്തു എന്നാ പറയുന്നത് അല്ലേ? എല്ലാവരും പല രാഷ്ട്രീയ നേതാക്കന്മാരും അങ്ങനെയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ചർച്ച വഴി ഞാനിവിടെ പറഞ്ഞത് CDSന്റെ ആ പഠന റിപ്പോർട്ട് ജനങ്ങളൊന്ന് കേൾക്കട്ടെ സാർ. നിങ്ങൾ എന്തുകൊണ്ടാണ് തന്നെ ഞാൻ ശതമാന കണക്ക് പറഞ്ഞപ്പോൾ അതിനെ തടയാതിരുന്ന ഈ CDSന്റെ സർവേയിൽ
2016 നടത്തിയ സർവേയാ. ഏറ്റവും മോശം വീടുകളിൽ താമസിക്കുന്നവർ ഹിന്ദു 27.4, മുസ്ലിം 16.4, ക്രിസ്ത്യൻ 23.6. കാറ്, ബൈക്ക്, ഫോൺ, TV, MP3, ഫ്രിഡ്ജ്, കമ്പ്യൂട്ടർ, മൈക്രോ ഓവൻ, നെറ്റ് എന്നിവയുള്ളത് ഹിന്ദു 34.5, ക്രിസ്ത്യൻ 44.1, മുസ്ലിം 33.3. റെഡ് റേഷൻ കാർഡ് ഉള്ളവർ ഏറ്റവും, അതായത് BPL ലിസ്റ്റിൽ താഴെയുള്ളവർ ഹിന്ദു 34.8, ക്രിസ്ത്യൻ 23.9, മുസ്ലിം 24.3. ഇങ്ങനെയാണ് സർ കണക്ക്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരുടെ കണക്കാണ്. ഞാൻ ഓരോന്നും വായിക്കുന്നില്ല, സമയക്കുറവ്. ഇനി ഞാൻ റെമിറ്റൻസിന്റെ കാര്യം പറയാം. KMS സർവേ ആണ് അത് കേട്ടോ, കേരള മൈഗ്രേഷൻ സർവേ ആണ്. ആ റെമിറ്റൻസ് കേരളത്തിലേക്ക് വരുന്ന പണത്തിന്റെ 2014 കണക്ക്, അത് കേരള മൈഗ്രേഷൻ സർവേയുടെ കണക്കാണ് സർ. ഇവിടെ ആരാണ് പിന്നോക്കാവസ്ഥ, ആർക്കാണ് ഇല്ലാത്തതെന്ന് നിങ്ങൾ കേൾക്കണം. ഹിന്ദുക്കള് 8,72,300 പേര് ജോലി ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ 5,37,902, മുസ്ലിം 9,90,383. അവരുടെ കുടുംബങ്ങളിലേക്കുള്ള വരുമാനം എത്രയെന്നറിയാമോ? ശരാശരി ഒരു ഹിന്ദു വീടിന് 58,993 രൂപ, ക്രിസ്ത്യൻ വീടിന് 1,22,046 രൂപ, മുസ്ലിം വീടിന് 1,49,253 രൂപ. ആർക്കാണ് റെമിറ്റൻസ്? ഭരണരംഗത്ത് 11.6% കണ്ടെത്തല്. കഷ്ടപ്പെട്ട പൈസ വരും. അടിസ്ഥാനം എന്താ? മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലല്ല. ശരി, മുസ്ലിങ്ങൾ പിന്നോക്കാവസ്ഥയിലല്ല. ഓക്കെ, താങ്കൾ പറഞ്ഞു. ശരി, ഞാൻ വാഹിദിലേക്ക് എത്തുമ്പോൾ ദിനു, ഈ മൈക്രോവേവ് ഓവന്റെ ഒക്കെ സർവേ എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ സക്കറിയ എന്ന് പറയുന്ന ആളെന്തോ വലിയ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഈ മൈക്രോവേവ് ഓവനൊക്കെ വീട്ടിലുള്ള സർവേ നടത്തും. എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ സർവേ ഉണ്ട്. ആ സർവേയിൽ ഈ പറയുന്ന ഒക്കെ മുന്നോക്കമാണ് ദിനു. ശ്രീ KC സക്കറിയും ഇരുടയ രാജനും പഠനം നടത്തുന്ന പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് ഗൾഫ് മൈഗ്രേഷനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള സോഷ്യോളജി റിലേറ്റഡും എക്കണോമിക്സ് റിലേറ്റഡുമായിട്ടുള്ള പ്രൊഫസേഴ്സ് ആണ് ഇവർ. ഗൾഫ് മൈഗ്രേഷന്റെ ഇന്ത്യൻ ഇമ്പാക്ട് എന്താണെന്നുള്ളതും കേരള ഇമ്പാക്ട് എന്താണെന്നുള്ളതും വിഷയത്തിലാണ് ഇവരുടെ സുപ്രധാനമായ പഠനം. അല്ലാതെ ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്ത് അല്ലാന്ന് താങ്കളാണ് പറയുക. KC ഒരു റിസർച്ച് സ്കോളറായ എനിക്കറിയില്ല ഇരുടയ രാജനും ഈ സക്രയും എന്തിനാണ് പഠനം നടത്തുന്നത് എന്നുള്ളത്. വളരെ കൃത്യമായിക്കൊണ്ട് ഈ മൈഗ്രേഷന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള രണ്ടുപേരാണ്. ഇദ്ദേഹം KC സക്രിയെ കുറിച്ച് തന്നെ പറയുന്നത് പ്രവാസി ജീവിതത്തെ കുറിച്ച് അടയാളപ്പെടുത്തുന്ന പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ്, അക്കാഡമിഷ്യൻ എന്ന നിലയിലാണ്. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന സമയത്ത് അതിലൊരു പ്രശ്നമുള്ളത് സാമുദായിക സെൻസസിന്റെ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഷാറി ബാബു ഗൾഫിൽ പോയി കൊള്ളാൻ ജോലി ചെയ്ത് പൈസ വരും. അതിപ്പോ അതിന് ജാതി മത വ്യത്യാസമുണ്ടോ ദിനു? SC/ST വിഭാഗത്തിന്റെ കൂടെ അല്ല, SC/ST വിഭാഗത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു ഡോമിനേഷനെ കണക്കാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ എണ്ണത്തിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. SC/ST വിഭാഗത്തിനെ സാമുദായിക സെൻസസ് പറയുന്ന പോലെ തന്നെ മറ്റൊരു വിഭാഗമായി കണക്കാക്കിക്കൊണ്ട് ജനാധിപത്യ ഈ പറയുന്ന പ്രാതിനിധ്യത്തിനനുസരിച്ച് വിഭാഗത്തിനെയും കൂടെ അല്ല സാർ അവർ സാമ്പത്തികമായി മുന്നോക്കമാണെന്നാണ്. സാമ്പത്തികമായി വീണ്ടും കൊടുക്കണം എന്നാണോ ഹഷ്മി പറയുന്നത്? അവൻ എവിടെ നിന്ന് സമ്പർക്കം? ബാക്കിയുള്ളവരൊക്കെ എന്താ കൊള്ളയടിച്ചുണ്ടാക്കിയതാണോ? ഞാൻ പറഞ്ഞത് ബാക്കി ഹിന്ദുക്കളും താങ്കൾ ഇതിന് പറയുന്ന പ്രധാന മാനദണ്ഡമായി പറയുന്നത് ഒരാൾ കടൽ കടന്നു പോയി അവന്റെ വീടും നാടും ഉപേക്ഷിച്ച് കുവൈറ്റിൽ കുറെ അധികം മനുഷ്യർ വെന്തരിഞ്ഞു മരിച്ചു. ആർവി ബാബു ഇവിടെ കുവൈറ്റിൽ കുറെ അധികം മനുഷ്യർ വെന്തരിഞ്ഞു മരിച്ചു. ആർവി ബാബു വെള്ളാപ്പള്ളിയും അവരെ ശ്രീ ആർവി ബാബു ഇവിടെ കുവൈറ്റിൽ കുറെ അധികം മനുഷ്യർ വെന്തരിഞ്ഞു മരിച്ചു. ആർവി ബാബു വെള്ളാപ്പള്ളി നടേശന്റെയും കണ്ണുകൾ നേരെ അവരുടെ മതമേത് എന്നതിനെ പോകുന്നത് എനിക്കറിയാം. അങ്ങനെയല്ല, അവർ കേരളത്തിന്റെ നട്ടലായ പ്രവാസികളാണ്. അവരുടെ റെമിറ്റൻസ് കേരളത്തിന്റെ റെമിറ്റൻസ് ആണ്. ഇതിന് പറഞ്ഞു പൂർത്തിയാക്കൂ. വസ്തുത എന്തെങ്കിലും പറയൂ. ഞാൻ വസ്തുത പറഞ്ഞു, ഇതിന് പറഞ്ഞു പൂർത്തിയാക്കൂ. വെറുതെ ഈ ഞാൻ പറഞ്ഞത് വിവേചനത്തിന്റെ കാര്യം എണ്ണി പറഞ്ഞതാണ്. മനസ്സിലായോ? ജുഡീഷ്യറിയിൽ എത്ര പേര് ഭരിച്ചത്? ഇത്രയും കാലം ഭരിച്ചത് ആരാണ്? ദിനു ചൂണ്ടിക്കാണിക്കേണ്ടത് അവർക്ക് പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി ഇവിടുത്തെ പിന്നോക്കക്കാർക്കും പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് ഇത്രയും കാലം കേരളം ഭരിച്ചവരല്ലേ? കേരളം ഭരിച്ചൊരു ഉത്തരം പറയണ്ടേ? ശ്രീ ആർവി ബാബു, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ.
ഒരു റിസർച്ച് നടത്തുന്ന സമയത്ത് ആ റിസർച്ചിന് സർട്ടീൻ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏതോ റിസർച്ചിലും സാമ്പിൾ ഡാറ്റ കളക്ഷൻ നടത്തുന്നത്. ഇരുടയരാജനെയും സക്രിയെ പോലുള്ള ആളുകൾ ഈ കേരളത്തിനകത്ത് മൈഗ്രേഷൻ, ഗൾഫ് മൈഗ്രേഷൻ, ഫോഴ്സ്ഡ് മൈഗ്രേഷന് വേണ്ടി മുസ്ലിങ്ങൾ പോകേണ്ടി വന്നെന്നും കേരളത്തിനകത്ത് പോവർട്ടി എങ്ങനെയാണ് മുസ്ലിങ്ങളെ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ നടത്തിയെന്ന് ഇരുടയരാജൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. കേരളത്തിലെ മുസ്ലിം അവസ്ഥ എത്രത്തോളം പരിതാപകരമായെന്നും ഫോഴ്സ്ഡ് മൈഗ്രേഷൻ കാരണം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നുമാണ് ആ പഠനങ്ങൾ പറയുന്നത്. ഇനി CSDS വിശ്വാസ സംഘടന എടുക്കുകയാണെങ്കിൽ CSDSന്റെ പ്രധാന പഠനങ്ങളിൽ ഒന്ന് ഹിന്ദുത്വ ക്രൂവാലിറ്റി അഗെയിൻസ്റ്റ് ദ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. അപ്പം ചെറിയ പിക്ക് ചെയ്തുകൊണ്ട് ചില പഠനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അവയുടെ ഒബ്ജക്റ്റീവ്സ് മാറ്റിക്കൊണ്ട് നിലകൊള്ളാൻ വേണ്ടി സാധിക്കില്ല. മറ്റൊന്ന് TK മാധവനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. TK മാധവൻ എന്താണ് പറഞ്ഞത്? ഇവിടെ ഈഴവ, അങ്ങനെയാണെങ്കിൽ ഈഴവ പുലയ സംഘർഷമൊക്കെ ആദ്യം ഉണ്ടാക്കുക, ഈഴവ നായർ സംഘർഷം ആദ്യം ഉണ്ടാക്കാൻ നോക്കിയാൽ TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന സത്യാഗ്രഹങ്ങൾ നടക്കുന്ന സമയത്ത് തമ്പുരാട്ടിമാർക്ക്, നായർ ബ്രാഹ്മൺ തമ്പുരാട്ടിമാർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പം ഇവിടെ പുലയ രാജകുമാരിമാർക്ക് കൂടെ അവകാശമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ TK മാധവന്റെയും ഹിന്ദു എന്നൊരു മതമേ ഇല്ല എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് ആനുപാതികമായി ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള പ്രാതിനിധ്യമാണ് കൊടുക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, EWS എന്ന പേരിൽ സവർണ സംവരണം നടപ്പിലാക്കിയ സമയത്ത് അതിനെതിരെ സാമൂഹ്യ നീതിയുടെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അസംബ്ലിക്കകത്ത് സംസാരിക്കാൻ വേണ്ടി മുസ്ലിം MP-മാർ മാത്രമാണ് നമുക്കുണ്ടായത്. എന്തുകൊണ്ടാണ് ഈഴ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു നേതാവിന് ആ മുസ്ലിം MP-മാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മറന്നു പോകുന്നത്? അതിനൊന്നും ഉത്തരം പറയാനുള്ളത് അത് അദ്ദേഹം മറന്നുപോയാലും കേരളത്തിനകത്ത് പിന്നോക്ക ജാതി വിഭാഗത്തിൽപ്പെട്ട ഞങ്ങളെ പോലുള്ള ആളുകൾ മറന്നു പോകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടെ ആലോചിക്കണം. എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? മുഴുവൻ മുസ്ലിം സമുദായവും പിന്നോക്കമാണെന്നാണോ ഇതിന് പറയുന്നത്? അല്ല, അത് വാഹിദ് പറയൂ. ശരി, വാഹിദിന് മറുപടി. ശരി, വാഹിദിന് മറുപടി. അതിന് ഉത്തരവുണ്ടോ? അല്ല, ഇതില് RV ബാബു പറഞ്ഞ 3 കള്ളങ്ങൾ ആണ് എനിക്കൊന്ന് പറയാനുള്ളത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് HR കമ്മിറ്റി റിപ്പോർട്ടിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നാക്കമാണെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പിന്നാക്കമല്ല എന്നുള്ളത്. അതൊരു നുണയോ ഒരു അർദ്ധസത്യമോ മാത്രമാണ്. ഭരണ ഉദ്യോഗ തലങ്ങളിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു സംഗതി, അദ്ദേഹം കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നോക്കമല്ല എന്നതിന് പറയുന്നത് ഇവിടെ ദിനു സൂചിപ്പിച്ചു, ഇരുദയരാജൻ്റെ ഗൾഫ് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട പഠനമാണ്. അതെങ്ങനെയാണ് ഭരണ ഉദ്യോഗ വിദ്യാഭ്യാസ മറ്റ് മേഖലകളിലെ പിന്നോക്കാവസ്ഥയുടെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഉദ്ധരിക്കുക എന്നറിയില്ല. ഇനി RV ബാബുവിൻ്റെ അഭിപ്രായത്തിൽ ഗൾഫിൽ ശമ്പളം കൊടുക്കുന്നത് LDF സർക്കാരോ LDF സർക്കാരിൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾക്ക് ഗൾഫിൽ നിന്ന് പണം കിട്ടുന്നത് എന്ന് തോന്നും. ഇപ്പോൾ അതിനിടയിൽ കൂടി RV ബാബു മറ്റൊരു കാര്യം കയറ്റാൻ നോക്കുന്നു. OBC സംവരണം, റൊട്ടേഷൻ പ്രകാരം വരുന്ന സംവരണത്തിൽ അതും മുസ്ലിങ്ങൾക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് റൊട്ടേഷൻ പ്രകാരം ജനസംഖ്യാനുപാതികമായിട്ട് PSC കൊടുക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ 3 കള്ളങ്ങളാണ് RV ബാബു ഇതിൽ പറഞ്ഞത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ അദ്ദേഹം ചോദിച്ചത് മുസ്ലിങ്ങൾക്ക് അല്ല, ഞാൻ പറയട്ടെ, എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ ഓക്കെ. അദ്ദേഹം പിന്നെ ചോദിച്ചത് മുസ്ലിങ്ങൾക്ക് NDA സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചുകൂടായിരുന്നോ, അങ്ങനെയെങ്കിൽ മന്ത്രിയെ കിട്ടില്ലേ എന്ന്. ഈ തെരഞ്ഞെടുപ്പിലടക്കം, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിലടക്കം മുസ്ലിം അപ്പീസ്മെൻ്റ് എന്ന് പറയുന്ന വ്യാജവും വംശീയവുമായ പ്രചാരണം നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടവരാണ് BJP എന്ന് പറയുന്നത്. അവർക്ക് വോട്ട് ചെയ്ത ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി രാജ്യത്തെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മൈനോറിറ്റിക്ക് ഒരു മുസ്ലിം മന്ത്രിയെ പോലും കൊടുക്കാൻ കഴിയാത്തത് ആ മൈനോറിറ്റിയുടെ പ്രശ്നമാണ് എന്ന് പറയുന്ന അത്രയും ജനാധിപത്യ വിരുദ്ധമായ വംശീയ സമീപനമുള്ളത് കൊണ്ടാണ് RV ബാബുവിന് ഇത്രയും കളവുകൾ പറയേണ്ടത് എന്നുകൂടി. ഇവിടെ നമ്മൾ ആ ഇലക്ഷൻ കാലയളവിൽ മണ്ഡല പര്യടനത്തിനായി പോകുമ്പോൾ അവിടെ 3 മുന്നണികളുടെയും നേതാക്കളുണ്ടാവില്ല. അപ്പൊ അന്ന് മലപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ BJPയുടെ നേതാവ് പറഞ്ഞതാണ് അബ്ദുൽ സലാമിനെ ജയിപ്പിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുന്നു. എന്താ ജയിപ്പിക്കാത്തെ? അപ്പൊ അന്ന് എല്ലാവരും ഇവിടെ BJP നേതാവിനെ കളിയാക്കി. നമ്മൾ ഏത് രാജ്യത്തിരുന്നുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കണം. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 11ഓളം മുസ്ലിങ്ങളെയാണ് രാജ്യത്ത് ഹിന്ദുത്വ വംശീയവാദികൾ അടിച്ചു വന്നത്. അത്രയും മുസ്ലിം വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ മുസ്ലിങ്ങൾ ജയിപ്പിക്കണം. അത് ജയിപ്പിക്കാത്തത് കൊണ്ടാണ് ഇതിലൊരു ജനാധിപത്യ വിരുദ്ധത തോന്നുന്നില്ലെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2 കാര്യം കൂടി വളരെ ഓടിച്ച് ഞാൻ പറയാം. ഈ പ്രചാരണങ്ങൾ അത്ര പരിഗണിക്കേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധി പറയുന്നത്, അല്ലെങ്കിൽ പൊതുവെ ആളുകൾ പറയുന്നത്.
പക്ഷേ ഇത് ഗൗരവമായി, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് പറയുന്നത് ഇത് ഗൗരവതരമായി ഇത് ബാധിക്കുന്ന ഒന്ന്. മുസ്ലിങ്ങൾക്ക് അവർ ഒരു പൗരന്മാർ എന്ന നിലയിൽ അവരുടെ ഡെമോക്രാറ്റിക് ആയ അവകാശങ്ങൾ ചോദിക്കാനുള്ള ഒരു സ്പേസ് നിഷേധിക്കുന്നതിലേക്ക് ഇത്തരം വംശീയ പ്രചാരണങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൽ സർക്കാർ പദ്ധതി പ്രകാരം അർഹതപ്പെട്ട ഒരു ഫ്ലാറ്റ് ഒരു മുസ്ലിം കുടുംബത്തിന് ലഭിക്കുന്നു. ആ നാട്ടിലെ ആളുകൾ എല്ലാവരും കൂടി അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആ ഫ്ലാറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തുന്നു. ഇത് കേരളത്തിൽ നമ്മൾ അഞ്ചാമത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ടതാണ്. മുസ്ലിങ്ങൾ ഡെമോക്രാറ്റിക് ആയിക്കൊണ്ട് പൗരന്മാർ എന്ന നിലയിൽ അവർക്ക് അർഹതപ്പെട്ടത് ചോദിക്കാനുള്ള സ്പേസ് നിഷേധിക്കുന്നിടത്തേക്കാണ് ഈ വംശീയ പ്രചാരണങ്ങൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ BJPക്ക് കൺസിസ്റ്റന്റ് ആയി വോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ഇടതുപക്ഷ പ്രതിനിധി പറഞ്ഞു CPM പഠിക്കുന്നു, തിരുത്തുന്നു എന്ന്. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ വോട്ട് കൂടുന്നു എന്നതിൽ കേരളത്തിന്റെ അകത്തളങ്ങളിൽ കേരളത്തിന്റെ വ്യത്യസ്ത സമുദായങ്ങൾക്കിടയിലേക്ക് പരന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങളെ, മുസ്ലിങ്ങളെ എന്തോ അടിച്ചുകൊണ്ട് പോകാൻ പോകുന്നു, മുസ്ലിങ്ങൾ തങ്ങളുടേത് കവർന്നു കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു വെറുപ്പിൽ അധിഷ്ഠിതമായിട്ടുള്ള മുസ്ലിം ഭീതിയെ ഗൗരവതരത്തിൽ കണ്ടില്ല എങ്കിൽ കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് BJPയുടെ ഈ കൺസിസ്റ്റന്റ് ആയ വളർച്ചയെ അഭിമുഖീകരിക്കാൻ കഴിയില്ല എന്നുകൂടിയാണ് ഇതിൽ ചേർത്ത് പറയാനുള്ളത്. ശരി, ശ്രീ ജയരാജ് ബാബു പറഞ്ഞു പൂർത്തിയാക്കും. ഓക്കെ. അല്ല, RV ബാബു നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുസ്ലിങ്ങൾ എന്തുകൊണ്ട് NDA ജയിപ്പിച്ചാലും എന്തുകൊണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും മറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്ത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ എന്തുകൊണ്ട് ആരും നിർത്തുന്നില്ല എന്ന ചോദ്യം അദ്ദേഹത്തിന് ചോദിക്കാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇത് സംസാരിക്കുന്നത് ലോക്സഭയിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷത്തിന് കിട്ടുന്ന പ്രാതിനിധ്യം തുച്ഛമാണ് എന്നുള്ളതാണ്. ചാൾസ് തിരുവനന്തപുരം MP ആയിരുന്നു. ചാൾസ് തിരുവനന്തപുരം MP ആയിരുന്നു. നീലലോഹിദാസൻ നാടാര് MP ആയിരുന്നു. ശരി, ശ്രീ ജയരാജ് ഇവിടെ ചാൾസിന്റെ മതഭേദം, ചാൾസ് എന്നൊക്കെ പറയുന്നത് തലപ്പക്കമുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. ചാൾസിന്റെ മതഭേദമാണ്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ഇവിടെ ജോൺ ബ്രിട്ടാസ് ക്രിസ്ത്യാനിയാണ്. ഇവിടെ ജോസ് കെ മാണി ക്രിസ്ത്യാനിയാണ്. ഇവിടെ റഹീം മുസ്ലിം മാത്രമാണ്. ഇവിടെ സുനീർ മുസ്ലിം മാത്രമാണ് എന്ന തരത്തിൽ കേരളം ഇക്കാലം അത്രയും കേൾക്കാത്ത പച്ചവർഗീയത, പരവർഗീയത ഇങ്ങനെ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നവോത്ഥാന സംരക്ഷണ മൂല്യസമിതിയുടെ അധ്യക്ഷൻ വന്നിരുന്ന് ഇവിടെ ഏതൊക്കെയോ സമുദായങ്ങൾ അനാവശ്യമായി എല്ലാം കൊണ്ടുപോകുന്ന പ്രചരണം വരികയും RV ബാബുവിനെ പോലുള്ളവർ ഏറ്റുപിടിക്കുകയും അത് സമുദായത്തിൽ ചർച്ചയാവുകയും സമുദായങ്ങൾക്കിടയിൽ അത് സത്യമെന്ന് കരുതുന്നവർ ധ്രുവീകരണ വഴിയിലേക്ക് ചെയ്യുമ്പോൾ ഇതിനൊരു വ്യക്തത വരുത്താൻ ഇനിയിപ്പം അനാവശ്യമായി ഏതെങ്കിലും സമുദായം എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം, അതിനുവേണ്ടി നടത്തേണ്ടത് പഠനമാണ് അല്ലെങ്കിൽ ധവളപത്രമാണ്. സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഇതിങ്ങനെ അങ്ങ് പോകട്ടെ, ഈ പ്രചരണങ്ങൾ ഇങ്ങനെ അങ്ങ് പോകട്ടെ, ഇതുവഴി ഉണ്ടാകും ധ്രുവീകരണം നടക്കട്ടെ, അതുവഴി 10 വോട്ട് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിരിക്കലാണോ നാടിനെ നശിപ്പിക്കലാകുന്നത്? ശ്രീ ജയരാജ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിക്ക് അതിന് തികച്ചും ഉത്തരവാദിത്വപരമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് വഹിക്കാനുണ്ട്. ഇത്തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ ഓരോരുത്തരുടെ ജാതിയും മതവും തിരക്കി നമ്മൾ തമാശക്കെങ്കിലും പറയാറുണ്ട്, ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന രോഗിക്ക് ബ്ലഡ് കൊടുക്കുമ്പോൾ മുസ്ലിം ബ്ലഡാണോ ഹിന്ദു ബ്ലഡാണോ വേറെ എന്തെങ്കിലും ബ്ലഡാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു അവയവമാറ്റ ശസ്ത്രക്രിയയിൽ നമ്മൾ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് കണ്ടതാണ്. കേരളത്തിലെ മുഴുവൻ ജനത ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ടാണ്. അവിടെ ഒരു വർഗീയത ആരും പറഞ്ഞില്ല. വെള്ളപ്പൊക്കം മാറി കരയിൽ അങ്ങോട്ട് വെള്ളമെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു, ഉടനെ തന്നെ തുടങ്ങി അടുത്ത ഇത്തരത്തിലുള്ള ആളുകളുടെ വെല്ലുവിളികളും മറ്റും. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സെക്കുലർ ഫാബ്രിക്കിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും, അത് XY or Z ആരും ആയിക്കോട്ടെ, അതിനെ പരമപുച്ഛത്തോടു കൂടി അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷ മുന്നണികൾക്ക് നന്നായിട്ടറിയാം. ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്തിട്ടുണ്ട്, നാളെയും ചെയ്യും, മറ്റന്നാൾ തന്നെ ആരംഭിക്കുകയും ചെയ്യും. അവിടെ ഈ സംഘപരിവാറിന്റെ കുൽസിത പ്രവൃത്തിയൊന്നും നടക്കത്തില്ല. ഹേട്രഡിന്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ വർക്കൗട്ട് ആവാൻ പോകുന്നില്ല. ഹേട്രഡിന്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നില്ല. വാർത്താ സമ്മേളനത്തിൽ സമ്മതിച്ചതാണ്. ഹേട്രഡിന്റെ പൊളിറ്റിക്സ് വർക്കൗട്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വേരോട്ടം കിട്ടുമ്പോഴാണ്. അതിന് വേരോട്ടം കിട്ടാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഇതിൽ ഈ പറയുന്ന സംശയങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, സംശയങ്ങൾ, ഈ സംശയ നിവൃത്തിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഓരോരോ മതവിഭാഗങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ആനുപാതികരഹിതമായ അർഹമോ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാൻ നടപടി എന്താണ്? ഇല്ലെങ്കിൽ ഇല്ല എന്ന് വ്യക്തത വരുത്തി കൊടുക്കലാണ് സമുദായത്തിന്റെ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് മുന്നിൽ. അപ്പോൾ നുണപ്രചരണങ്ങൾ മുനയൊടിയും. അപ്പോൾ മാത്രമേ നുണപ്രചരണങ്ങൾ മുനയൊടിയൂ. ജയരാജ്, അല്ലെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രഭാതം പത്രം എടുത്ത് വായിച്ചു, അല്ലെങ്കിൽ മൈക്രോവേവ് ഓവന്റെ കണക്കെടുപ്പൊക്കെ വരും അടക്കം
കണക്കുകളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, സമസ്തയുടെ പത്രത്തിനകത്ത് ഇന്ന് സുപ്രഭാതം പത്രത്തിനകത്ത് ഇതിൻ്റെ ഡേറ്റ വൈസ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. ആ കൃത്യമായിട്ടുള്ള കണക്കുകൾ അത് സമസ്തയുടെ കണക്കല്ലേ? കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറയുന്നത് സുപ്രഭാതത്തിൽ സമസ്ത എഴുതുമ്പോൾ ആരുടെ കണക്കാണ്? സമസ്തയുടെ കണക്കാണ്. വെള്ളാപ്പള്ളി നടേശനെ സർക്കാർ പറയണ്ടേ അത്? ഇനി പോട്ടെ, ഇനി സുപ്രഭാതത്തിൽ സമസ്തയുടെ മുഖപ്രസംഗത്തിൽ വരുന്നത് സത്യമായ കണക്കാണെന്ന് സർക്കാർ പറയണ്ടേ? സർക്കാരല്ലേ സർ ആധികാരികമായി പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും CDS സക്രിയോ ആണോ? അല്ല, പറയേണ്ടത് സർക്കാരുകളാണ് ആധികാരികമായി. അത് സർക്കാർ പറയണ്ടേ? അല്ല കാശ്മീർ, സർക്കാർ ഇടപെടുന്ന സമയം വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവും. ഇസ്ലാം പറയുന്നതാണ് ഇടതുപക്ഷം പറയുന്നത്. അത് അഭിമാനത്തോടു കൂടി ചെന്നായ് ആട്ടിൻകുട്ടി തമ്മിൽ പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ ആട്ടിൻകുട്ടിയുടെ കൂടെ തന്നെയാണ്, ഞങ്ങൾ ഇരയുടെ പക്ഷത്താണ്. അത് പറയാൻ യാതൊരു സംശയമില്ല. ഞങ്ങൾ ഇരയുടെ പക്ഷത്താണെന്ന് പറയാൻ ഒരു മടിയില്ല. അല്ലാതെ ചെന്നായുടെ പക്ഷത്തല്ല ഒരിക്കലും. ഷാറി ബാബു, ഇതിൽ ആത്യന്തികമായി അപ്പോൾ പരിഹാരം എന്താണ്? ഏതെങ്കിലും മൈക്രോവേവ് സർവേ അല്ല, സർക്കാർ നടത്തേണ്ട ഒരു സർവേയാണ്, സർക്കാർ നടത്തേണ്ട ഒരു കണക്കെടുപ്പും പഠനവുമാണ്. അതുതന്നെ വേണം എന്ന കാര്യത്തിൽ ആർ വി ബാബുവിനും മറിച്ചൊരു നിലപാടുണ്ടോ? അല്ലല്ല, ഈ കേരളത്തിലെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും ഈ പറയുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 60 വർഷത്തോളായല്ലോ, അതിൽ 40 വർഷത്തിലേറെയായി. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് 2006-ലാണ്. 15 വർഷം കഴിഞ്ഞു. ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി ഹാഷ്മി. അതെ, ഇപ്പോൾ ഇവിടെ നേരത്തെ മൈഗ്രേഷനിൽ തുടർന്നുണ്ടായ സാമ്പത്തിക വികസനം അങ്ങനെയാണല്ലോ. ഓരോ സമുദായവും പല രീതിയിലാണ് വികാസം പ്രാപിക്കുന്നത്. ചിലർ വ്യവസായം തുടങ്ങും, ചിലർ വിദേശത്ത് പോകും, ചിലർ കൃഷിയിലൂടെ, അങ്ങനെ പല രീതിയിലാണ്. പക്ഷേ ആസ് സച്ച് നമ്മൾ കാണുന്നത് എന്താ? ആ സമൂഹം വികാസം പ്രാപിച്ചോ? വിദ്യാഭ്യാസപരമായി ഉയർന്നോ? ഇവിടെ സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം ഇല്ലെന്ന് പറഞ്ഞു. ഒരു കാലത്ത് സർക്കാർ സർവീസിലെ കുറിച്ചുള്ള ആ സമുദായത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ഹാഷ്മിക്ക് അറിയാലോ, സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ പാടില്ല, സർക്കാരിന് ശമ്പളം വാങ്ങാൻ പാടില്ല, സർക്കാരിന്റെ കീഴിൽ പണിയെടുക്കുന്നത് ഈശ്വരന് വിരുദ്ധമാണ്. ഇങ്ങനൊരു സങ്കല്പമായിരുന്നു. നടത്താൻ പാടില്ല, മദ്രസയിലെ പഠിക്കാൻ പാടുള്ളൂ. ഇക്കാര്യത്തിൽ ഇതെല്ലാം വ്യക്തമാകുന്ന, ഇപ്പൊ താങ്കൾ ഈ പറയുന്ന എല്ലാം വ്യക്തമാകുന്ന പഠനത്തിലൂടെയാണ്. അതിനുവേണ്ടി സാമ്പത്തിക, സാമുദായിക, ജാതി സർവേ നടത്തുന്നതിൽ ആർ വി ബാബുവിന് വിയോജിപ്പില്ല, അല്ലെങ്കിൽ അങ്ങയുടെ സംഘടനയ്ക്കോ സംഘപരിവാറിനോ വിയോജിപ്പില്ല അല്ലേ? ഞാൻ കൃത്യമായിട്ട് പറയാം. കേരളത്തിൽ സാമുദായിക അടിസ്ഥാനത്തിൽ, ജാതി അടിസ്ഥാനത്തിൽ, എക്കോണമിക് സർവേ, ജാതി അടിസ്ഥാനത്തിൽ വേണ്ടേ? സോഷ്യോ എക്കോണമിക് സർവേ നടത്താൻ സാർ, അപ്പൊ എങ്ങനെയാണ് സാർ ഈഴവർക്കാണ് സർവേ നടത്തുന്നത്? വേറെ ഉദ്ദേശത്തില്ല. ഇല്ല, അപ്പൊ എങ്ങനെയാണ് ഇല്ല സാർ, അപ്പൊ ഈഴവർക്ക് എന്താണ് കൂടുതൽ കിട്ടിയത്, നായർക്ക് എന്താണ് കൂടുതൽ കിട്ടിയത്, പട്ടികജാതി പട്ടികവർഗത്തിന് എന്താണ് കൂടുതൽ കിട്ടിയെന്ന് അറിയണ്ടേ? നമുക്കറിയണ്ടേ? അതറിയണ്ടേ? അല്ലല്ല, അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് നോക്കാന്നേ. സർക്കാർ നടത്തട്ടെ, സർക്കാർ അതറിയേണ്ടത് പറയുന്നത് എന്ത് ന്യായമാണ്? നടത്തട്ടെ, ആ സർവേയിൽ തെളിയട്ടെ. ശരി, അതെ, ഒരു പഠനവും കൂടാതെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഹാഷ്മി. നിങ്ങൾ ഇനി എത്ര പറഞ്ഞാലും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്താൽ ഏത് സമുദായം, ഏത് സമൂഹമാണ് വാണിജ്യം, വ്യവസായം, ഭൂമി, വിദ്യാഭ്യാസം ഈ മേഖലയിലൊക്കെ മേൽക്കൈ കണക്കിനൊരു അടിസ്ഥാനമില്ലാത്ത കാര്യം, യാതൊരു കണക്കിന്റെ അടിസ്ഥാനമില്ലാത്ത, മറച്ചു വെക്കാൻ ശ്രമിച്ചാലും, ഇല്ല ഞാൻ പറയുന്നത് യാതൊരു കണക്കിന്റെ അടിസ്ഥാനമില്ലാത്ത ഒരു ഓട്ടക്കണക്കെന്ന് പറയാണ്. ഇതിനും അല്ലേ? അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇതിന് പച്ചയായ യാഥാർത്ഥ്യമാണോ? അല്ല, ഹാഷ്മി ഒരു കാര്യം, ഇവിടെ ഇപ്പൊ യു ഡി എഫ് ഉത്തരം അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണോ? കണ്ണാടി ഒന്ന് മാറ്റി നോക്കിയാൽ മതി. ഉത്തരം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഉത്തരം പറയട്ടെ. അപ്പൊ നടക്കാൻ പഠനം ഇപ്പൊ നമ്മളിവിടെ ശരി അപ്പൊ നമ്മളിവിടെ ജാതി മതവും വർഗീയതയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വായിച്ചു വളരുന്ന ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ നമ്മളിവിടെ അപ്പൊ നമ്മളിവിടെ ജാതി മതവും വർഗീയതയും ഒക്കെ ചർച്ച ചെയ്യും. ശരി, നമ്മളിവിടെ ജാതി മതവും സമയം കഴിഞ്ഞു. നമ്മളിവിടെ ജാതി മതവും വർഗീയത ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ വായിച്ചു വളരുന്ന ചെറിയ കുട്ടികളുണ്ട്, അവർ കൂടി കാണുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി, അവന്റെ കത്തിയാന്ന് വായിക്കുകയാണേ. ഫ്രം നീൽ ജോ 6B ദേവമാത CMI പബ്ലിക് സ്കൂൾ തൃശൂർ ടു സുരേഷ് ഗോപി ഓണറബിൾ മിനിസ്റ്റർ. സബ്ജക്ട് തൃശൂർ പബ്ലിക് ലൈബ്രറിയെ സംബന്ധിച്ച്. സർ, തൃശൂർ പബ്ലിക് ലൈബ്രറിയിലെ അംഗമാണ് ഞാൻ. ഈ ലൈബ്രറി റിനോവേഷൻ കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് മാസങ്ങളായി. എന്നാൽ ഇവിടെ കുട്ടികൾക്ക് ആവശ്യമായ പുതിയ പുസ്തകങ്ങളൊന്നുമില്ല, എല്ലാം വളരെ പഴയ പുസ്തകങ്ങളാണുള്ളത്. അതുപോലെ ഈ ലൈബ്രറിയുടെ പ്രവർത്തന സമയം ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ടായിരുന്നു. എന്നാൽ
ഇപ്പോഴത് നിർത്തലാക്കി. ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമേ ലൈബ്രറിയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം ഞായറാഴ്ച മാത്രമേ മാതാപിതാക്കൾക്ക് അവധിയുള്ളൂ. അത് ഞങ്ങളുടെ വായനയെ തടസ്സപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ പ്രയാസം പരിഹരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. ലൈബ്രറിയിലേക്ക് ആവശ്യമായ പുതിയ പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കഥകൾ, മലയാളം കഥകൾ, കവിതകൾ, സയൻസ് പുസ്തകങ്ങൾ ലഭ്യമാക്കുന്ന നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മന്ത്രി താല്പര്യമെടുത്ത് പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്ന വായനാദിന സമ്മാനമായത് കണക്കാക്കുന്നു. സ്നേഹപൂർവ്വം നീൽ ജോ, 6B, ദേവമാതാ CMI പബ്ലിക് സ്കൂൾ, തൃശ്ശൂർ. കുട്ടികളാണ്, വായിച്ചു വളരേണ്ടവരാണ്. വായിച്ചു വളരട്ടെ. അത്തരത്തിലുള്ള ചിന്തകളിൽ സ്വാധീനിക്കപ്പെടാതിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.